السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏതായാലും കുറച്ച് സമയം നമുക്ക് ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈൻ ഓത കുറച്ച് സമയം, പിന്നെ കുറച്ച് സമയം സംശയ നിവാരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോവാം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിർ റസൂലില്ലാഹ് وعلى آله وصحبه الفائزين برضا الله وبعد. മത്തിന് അഥവാ ഖുർറത്തുൽ ഐനി ബി മുഹിമ്മാത്തിദ്ദീൻ എന്ന മൂലകൃതിയുടെ ബിസ്മിയും അതിന്റെ വിശദീകരണവുമാണ് ഇന്നലെ നമ്മൾ ഓതിയത്. ഇന്ന് ഹംദും സലാത്തുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഓതാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ മഖ്ദൂമ് തങ്ങന്മാര്, അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞുപോയ ഉസ്താദന്മാര്, മശായിഖന്മാര്, അവരുടെയൊക്കെ ദറജകൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുകയും അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നാഫിയായ ഇൽമു തന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാവുന്നു. അങ്ങനെ ഒരർത്ഥം. സർവസ്തുതിയും മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ 4 തരത്തിലുള്ള സ്തുതികൾ. അല്ലാഹുവിനെ സ്തുതിക്കുന്നതും, അല്ലാഹു പടപ്പുകളെ സ്തുതിക്കുന്നതും, പടപ്പുകൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നതും, പടപ്പുകൾ പടപ്പുകളെ സ്തുതിക്കുന്നതും, ഇങ്ങനെ 4 തരത്തിലുള്ള സ്തുതികൾ. ഇതിന്റെയൊക്കെ യഥാർത്ഥ അവകാശം അല്ലാഹു തആലക്ക് മാത്രമാകുന്നു എന്നാണ്. എല്ലാ സ്തുതിയും അല്ലാഹുവിനാകുന്നു എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി മറ്റൊരർത്ഥമുണ്ട് ലാമുൽ ഹഖീഖത്തായിട്ട്. ഇപ്പൊ പറഞ്ഞത് ഇസ്തിഗ്റാഖുൽ അഫ്റാദിന്റെ ലാം എന്നാ പറയാ. എല്ലാ ഹംദും അർത്ഥം വെക്കും. ഇനി ഹഖീഖത്തിന്റെ ലാമാവുമ്പം അൽഹംദുലില്ലാഹ്, സ്തുതി എന്ന് പറയുന്ന ആ വസ്തുത അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന്. അല്ലദീ, ഇനി അല്ലാഹുവിനെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്, ഹദാന, അവൻ നമുക്ക് ഹിദായത്ത് നൽകി, ഐ ദല്ലന, നമ്മെ ദലാലത്ത് ചെയ്തു, അറിയിച്ചു തന്നു എന്ന് പറഞ്ഞാൽ ഹദ എന്ന ഫീല് 2 അർത്ഥത്തിന് വരാറുണ്ട്. നേരായ വഴിയിലേക്ക് ചേർത്തിത്തന്നു, നേരായ വഴിയെ സൃഷ്ടിച്ചു തന്നു എന്ന അർത്ഥത്തിന് ഹദുണ്ട്. ആ ഹിദായത്ത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. അതായത് സന്മാർഗത്തെ സൃഷ്ടിച്ചു തരുന്നവനും സന്മാർഗത്തിലേക്ക് പടപ്പുകളെ ചേർക്കുന്നവനും അല്ലാഹുവാണ്. ഇനി ഹദക്ക് മറ്റൊരർത്ഥമുണ്ട്, വഴി കാണിച്ചു തരിക. ആ അർത്ഥത്തിന് പറയുമ്പം ഹിദായത്തിന്റെ വഴി കാണിച്ചു തരുന്നവൻ അല്ലാഹുവും, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാര്, ആ അമ്പിയാക്കന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്ന ഉലമാക്കള്, അവരൊക്കെ ഈ അർത്ഥത്തിൽ. ഈ 2 അർത്ഥം ഹദക്ക് സാധാരണ ഉപയോഗിക്കും. അത് അല്ലാഹുവിനെ സംബന്ധിച്ചും ഉപയോഗിക്കും, അമ്പിയ മുർസലീങ്ങളെ സംബന്ധിച്ചും ഉപയോഗിക്കും. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന ആയത്തിൽ ഹബീബായ നബിയെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് അവിടുന്ന് ഹിദായത്ത് സൃഷ്ടിച്ചു കൊടുക്കാൻ, ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഹിദായത്ത് സൃഷ്ടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ലാ തഹ്ദീ മൻ അഹ്ബബ്ത, തങ്ങൾ ഒരാൾക്ക് ഹിദായത്ത് കിട്ടണം എന്ന് മഹബത്ത് വെച്ചു, അങ്ങനെയുള്ള ഒരാൾക്ക് ഹിദായത്തിനെ സൃഷ്ടിച്ചു കൊടുക്കാൻ തങ്ങൾക്ക് കഴിയില്ല. എന്നാൽ മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം,
തീർച്ചയായിട്ടും തങ്ങൾ നേരായിരിക്കുന്ന വഴിയിലേക്ക് ഹിദായത്താക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ആ വഴി കാണിച്ചു കൊടുക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നവരാണ്. വഅമ്മാ സമൂദ് ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ. അല്ലാഹു തആല മറ്റൊരായത്തിൽ പറയുന്നത് കാണാം, സമൂദ് ഗോത്രക്കാർ ഫഹദൈനാഹും അവർക്ക് നാം നേരായ വഴി കാണിച്ചു കൊടുത്തു. ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ, പക്ഷേ നേരായ വഴിയേക്കാൾ അവർ അന്ധതയാണ് തെരഞ്ഞെടുത്തത്. അപ്പോ രണ്ടർത്ഥത്തിന് ഹിദായത്തിനെ സൃഷ്ടിച്ചു കൊടുക്കുക എന്ന അർത്ഥത്തിനും ഹിദായത്തിലേക്ക് നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുക എന്ന അർത്ഥത്തിനും ഉണ്ട്. ഇവിടെ ദല്ലന എന്നാണ് മുസന്നിഫ് തങ്ങൾ തഫ്സീർ ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചു തന്നു, ദലാലത്ത് ചെയ്തു തന്നു. ലിഹാദത്തലീഫ്, ഈ ഗ്രന്ഥരചനക്ക്. ഇപ്പോ ഖുറത്തുൽ ഐനി ബി മുഹിബ്ബാത്തിദ്ദീൻ എന്ന മഹത്തായ ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥം രചിക്കാൻ അല്ലാഹു ഹിദായത്ത് തന്നതുകൊണ്ടാണ്. എന്നിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിയുടെ അർത്ഥം അഥവാ അല്ലാഹുവിൽ പൂർണ്ണമായി തവക്കുലാക്കിക്കൊണ്ടും തവാബ് അല്ലാഹുവിന്റെ മുന്നിൽ താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ടും പറയാൻ, വമാ കുന്നാ ലിനഹ്തദിയ, ഒരിക്കലും നാം ഈ നേരായ വഴിയിലേക്ക് ഹിദായത്താകുമായിരുന്നില്ല, ലൗല അൻ ഹദാനല്ലാഹു ഇലൈഹി, ആ നേരായ മാർഗത്തിലേക്ക് അഥവാ കിതാബിനെ രചിക്കാൻ വേണ്ട മാർഗത്തിലേക്ക് അള്ളാഹു നമ്മെ ഹിദായത്താക്കിയിരുന്നില്ല എങ്കിൽ നമുക്കതിന് കഴിയുമായിരുന്നില്ല. യഥാർത്ഥ ഒരു മുഅ്മിനിന്റെ മാനസികാവസ്ഥയാണത്. എന്ന് പറഞ്ഞാൽ ചെറുത് വലുത് വ്യത്യാസമില്ല, ഭൗതികം അഭൗതികം എന്ന വ്യത്യാസമില്ല, സാധാരണം അസാധാരണം എന്ന വ്യത്യാസമില്ല. എല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അള്ളാഹുവിന്റെ ഹിദായത്തും തൗഫീഖുമില്ലാതെ ഒരു നല്ല കാര്യവും അത് ചെറുത് വലുത് വ്യത്യാസമില്ല ചെയ്യാൻ കഴിയില്ല എന്നതാണ്. അപ്പോ ഇങ്ങനൊരു ഗ്രന്ഥം, ഒരു കിതാബ് രചിക്കണം, അതിനുള്ള ഹിദായത്ത്, അതിലേക്ക് വേണ്ടതായ അറിവും തൗഫീഖും തന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തൗഫീഖില്ലാതെ ഞാൻ വലിയൊരു പണ്ഡിതനാണ്, ഞാനൊരു കഴിവുകാരനാണ്, ഞാനൊരു അറിവാളനാണ് എന്ന് വെച്ച് ഒന്നും ചെയ്യാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അപ്പൊ അള്ളാഹുവിനെ സ്തുതിക്കലോടൊപ്പം ഹൗലും ഖുവ്വത്തും, സ്വന്തം നഫ്സിന്റെ ഹൗല് ഖുവ്വത്തിൽ നിന്ന് തബർരി ചെയ്ത് അള്ളാഹുവിന്റെ ഹൗല് ഖുവ്വത്തിൽ തവക്കുലാക്കുന്ന വാക്കാണ് വമാ കുന്ന ലൗല അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഇനി പറയട്ടെ, വൽഹംദു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ ഹംദ് എന്നത് ഹുവൽ വസ്ഫു ബിൽ ജമീൽ, ഭാഷാർത്ഥത്തിൽ നല്ലത് കൊണ്ട് വിശേഷണം നൽകുക എന്നാണ് ഹംദ് ചെയ്യുക എന്നതുകൊണ്ട് ഭാഷയിൽ ഉദ്ദേശിക്കുന്നു. അതിപ്പോ ഭാഷാർത്ഥാണെന്ന് ഐ ലോത്തൻ. അമ്മാ ഉർഫൻ ഫഹുവ ഫീലുൻ യുംബിഉ അൻ തഅദീമിൽ മുൻഇം, ഒരു അനുഗ്രഹം ചെയ്ത അനുഗ്രഹദാതാവിനെ ആദരിക്കുന്നതിന്റെയും തഅദീം ചെയ്യുന്നതിന്റെയും മേൽ അറിയിക്കുന്ന പ്രവൃത്തി. അത് മനസ്സാലുള്ള പ്രവൃത്തിയാവാം, വാക്കാലുള്ളതാവാം, അതല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റവയവങ്ങളെ കൊണ്ടാവാം. മൂന്ന് നിലക്കും വരാം. അതിനൊക്കെ ശറയിൽ എന്തു പറയും? ഹംദ് എന്ന് പറയും. എന്നാൽ ലോകത്തൻ നല്ലതുകൊണ്ട് വിശേഷണം നൽകുക എന്നർത്ഥം. രണ്ടർത്ഥവും ഇവിടെ ശരിയാണ്. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് റസൂലില്ലാഹ് ഒക്കെ ചുരുക്കി ഉള്ള വിവരണമാണ്. വസ്സലാത്തു, സ്വലാത്താവുന്നത്, വസ്സലാമു, സലാമും, അവ രണ്ടും ഉണ്ടാകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ്. ആരുടെ മേൽ? അലാ സയ്യിദിനാ മുഹമ്മദിൻ, നമ്മുടെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ. സ്വലാത്ത്
ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സ്വലാത്തുണ്ട്, മലായികത്തിന്റെ സ്വലാത്തുണ്ട്, മുഅ്മിനീങ്ങളുടെ സ്വലാത്തുമുണ്ട്. എന്നാൽ വഹിയ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നായ നിലക്ക് സ്വലാത്ത് എന്ന് പറയുന്നത് അർ-റഹ്മത്തുൽ മഖ്റൂനത്തു ബിത്തഅളീമി. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പരിഭാഷപ്പെടുത്തല് അനുഗ്രഹം, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം. എന്നാൽ അത് യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്നതിന്റെ ശരിയായ അർത്ഥം പൂർത്തിയാവുന്നില്ല എന്നാണ് മഹാനായ മഖ്ദൂം തങ്ങൾ അവർകൾ ഈ വ്യാഖ്യാനം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു. വസ്സലാത്തു വഹിയ മിനല്ലാഹി അർ-റഹ്മത്തു, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്താണ് സ്വലാത്ത്. അള്ളാഹു സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ റഹ്മത്ത് ചെയ്യുക എന്നാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്യാത്തവരായിട്ട് ആരുമില്ലല്ലോ. എല്ലാ പടപ്പുകൾക്കുള്ള റഹ്മത്ത് ചെയ്യുന്നില്ലേ? എന്നാ അതിനൊക്കെ സ്വലാത്ത് എന്ന് പറയോ? ഇല്ല. എങ്ങനെയുള്ള റഹ്മത്ത്? അൽ മഖ്റൂനത്തു ബിത്തഅളീമി. നമ്മളെ തുഹ്ഫന്റെ ശറഹിലൊക്കെ പറഞ്ഞത് റഹ്മത്തുൽ കാമിലത്തു അല്ലെങ്കിൽ റഹ്മത്തു താമത്തു അൽ മഖ്റൂനത്തു ബിത്തഅളീം. ആദരവിനോടനുബന്ധിച്ചുകൊണ്ട് സമ്പൂർണമായിരിക്കുന്ന റഹ്മത്ത് എന്ന. അപ്പൊ ഈ സമ്പൂർണമായ റഹ്മത്ത് ചെയ്താലും പോരാ, അത് തഅളീമാക്കിക്കൊണ്ട് ആദരപൂർവം ചെയ്യണം. അല്ലാഹു തആല ആദരിക്കുക, ആ ആദരിച്ചുകൊണ്ട് പരിപൂർണമായ റഹ്മത്ത് എന്ന അർത്ഥമാണ് സ്വലാത്ത്. അപ്പൊ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവന്റെ അടിയാറുകളിൽ വെച്ചിട്ട് അങ്ങേയറ്റം തഅളീമാക്കിക്കൊണ്ട് പരിപൂർണമായ അനുഗ്രഹം ചെയ്യുന്നു. അങ്ങനെയുള്ള അനുഗ്രഹം ചെയ്യുമാറാകട്ടെ എന്ന്. വസ്സലാമു, അള്ളാഹുവിൽ നിന്നുള്ള സലാമും. സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്മായിൽപ്പെട്ട ഒരു ഇസ്മുണ്ട്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അത്തസ്ലീമു മിൻ കുല്ലി ആഫത്തിൻ വനഖ്സിൻ, എല്ലാ തരത്തിലുള്ള പോരായ്മകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും ഉള്ള രക്ഷപ്പെടുത്തൽ. അപ്പോ ദീനിയാവട്ടെ ദുന്യവിയാവട്ടെ, ബാഹ്യമായ ശാരീരികമാവട്ടെ ആത്മീയമാവട്ടെ, ദുന്യവിയാവട്ടെ ഉഖ്റവിയാവട്ടെ, എല്ലാ തരത്തിലുള്ള ആഫത്തിൽ നിന്നും ഉള്ള രക്ഷപ്പെടുത്തലും എല്ലാ തരത്തിലുള്ള പോരായ്മകളിൽ നിന്നുള്ള രക്ഷപ്പെടുത്തലും, അങ്ങനെ സമ്പൂർണമായ രക്ഷയും ആ രക്ഷപ്പെടുത്തലും ഉണ്ടാകുമാറാകട്ടെ അലാ സയ്യിദിനാ മുഹമ്മദിൻ, നമ്മുടെ നേതാവായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. ആരാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? റസൂലുള്ളാഹ്, അല്ലാഹുവിൽ നിന്നുള്ള തിരുദൂതരായ നമ്മുടെ നേതാവായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ തിരുദൂതർ എന്ന് പറയുമ്പം ആരിലേക്കുള്ള തിരുദൂതർ? ലികാഫത്തി സഖലൈൻ, അലവാ അൽ ജിന്നി വൽ ഇൻസി, മനുഷ്യനും ജിന്നുമാവുന്ന രണ്ട് വർഗങ്ങളിലേക്ക് പരിപൂർണമായും അയക്കപ്പെട്ട, എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽപ്പെട്ട മുഴുവൻ ജിന്നുകളിലേക്കും മനുഷ്യരിൽപ്പെട്ട മുഴുവൻ മനുഷ്യരിലേക്കും അയക്കപ്പെട്ടവരാണ്. ഇജ്മാഅൻ, അതിൽ അയിമ്മത്തിന് ഉലമാഇന് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മുജ്തഹിദുകളായ മുഴുവൻ ഇമാമുകളും ഐക്യകണ്ഠേന പറയുന്ന കാര്യമാണ്, അംഗീകരിച്ച കാര്യമാണ്. മനുഷ്യവർഗത്തിലേക്കും ജിന്നുവർഗത്തിലേക്കും പൂർണ്ണമായും ജിൻസ് വർഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട തിരുദൂതരാണ് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യവർഗം എന്ന് പറയുന്നത് ആദം നബി അലൈഹിസ്സലാം തൊട്ട് തുടങ്ങി അഷ്റഫ് ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയല്ല, ഖിയാമത്ത് നാൾ വരെയാണ്. അപ്പോ മനുഷ്യന്റെ തുടക്കം കുറിച്ച ആദം നബി അലൈഹിസ്സലാം അവരുടെ മക്കളാവുന്ന ഉമ്മത്തും തൊട്ട് തുടങ്ങി
ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരിലേക്കും റസൂലാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന് ഇജ്മാ ആണ് എന്നവർ. അപ്പോ മുൻഗാമികളും പിൻഗാമികളുമായ മുഴുവൻ മനുഷ്യരിലേക്കും മുഴുവൻ ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ട റസൂലാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈ റിസാലത്ത് യഥാർത്ഥത്തിൽ തശ്രീഇന്റെ റിസാലത്താണ്. അഥവാ മതവിധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിയുക്തനായ മുർസലീങ്ങളിൽപ്പെട്ട റസൂലാണ്. ബാക്കി എല്ലാ മുർസലീങ്ങളും പ്രത്യേക കാലക്കാരിലേക്കോ പ്രത്യേക ജനവിഭാഗങ്ങളിലേക്കോ അയക്കപ്പെട്ടവരായിരിക്കും. എന്നാൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യരിലേക്കും റസൂൽ അയക്കപ്പെട്ടവരാണെന്ന് മാത്രമല്ല എല്ലാ ജിന്നുകളിലേക്കും അയക്കപ്പെട്ട റസൂലായി ഇജ്മാ. എന്നാൽ വക്കദൽ മലായികത്തി മനുഷ്യരിലേക്കും ജിന്നിലേക്കും അയക്കപ്പെട്ട റസൂലാണ് എന്ന കാര്യത്തിൽ ഇജ്മാ. എന്നാൽ മലക്കുകളിലേക്കും അയക്കപ്പെട്ട റസൂലാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അലാമാ ഖാലഹു ജമ്മു മുഹഖിഖൂൻ മുഹഖിഖീങ്ങളായ ഒരു സംഘം മഹാന്മാരായ ഉലമാ പറഞ്ഞ അഭിപ്രായ പ്രകാരം മലായികത്തിലേക്കും അയക്കപ്പെട്ട റസൂലാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മലക്കുകളിലേക്ക് അയക്കപ്പെട്ടത് തശ്രീഫിന്റെ റിസാലത്ത് എന്ന് പറയും. അതേസമയത്ത് മനുഷ്യരിലേക്കും ജിന്നിലേക്കും അയക്കപ്പെട്ടത് തശ്രീഇന്റെ റിസാലത്താണ്. അഥവാ ഇന്നതൊക്കെ ചെയ്യണമെന്നും ഇന്നതൊക്കെ ചെയ്തുകൂടാ എന്നും ഇങ്ങനെയൊക്കെ വിശ്വസിക്കണമെന്നും ഇങ്ങനെയൊക്കെ വിശ്വസിച്ചുകൂടാ എന്നുമുള്ള ശറഇന്റെ വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്ന റിസാലത്താണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടത് മനുഷ്യവർഗത്തിലേക്കും ജിന്നുവർഗത്തിലേക്കും. എന്നാൽ മലായികത്തിലേക്ക് അങ്ങനെയല്ല, തശ്രീഫിന്റെ റിസാലത്താണ്. തശ്രീഫിന്റേത് എന്ന് പറയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തിന് അനുസരിച്ച് ഉമ്മത്തിന്റെ ആധിക്യത്തിനും മഹത്വത്തിനും അനുസരിച്ച് പ്രവാചകന്മാരുടെ ദർജയും മഹത്വവും വർദ്ധിക്കും. ആ നിലക്ക് അല്ലാഹുവിന്റെ മലായികത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ അത്രയും മഹാന്മാരായ എണ്ണിയാൽ ഒടുങ്ങാത്ത മലായികത്തുകളൊക്കെ നബി തങ്ങളുടെ ഉമ്മത്താണെന്ന് വരുമ്പം അത്ര കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർജ വരും. അതേ സമയത്ത് തന്നെ നബിമാരുടെ ദർജക്കനുസരിച്ചാണ് ഉമ്മത്തുകളുടെ ദർജ. എങ്കിൽ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ആദരവാക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിയാവുക എന്ന ഭാഗ്യം മലായികത്തിന് ലഭിക്കുമ്പോൾ അവർക്കതുകൊണ്ട് മലക്ക് എന്ന നിലക്കുള്ള ബഹുമതിക്ക് പുറമെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെടുക എന്ന് പറയുന്ന പ്രത്യേക ആദരവ് കൂടി അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ തശ്രീഫിന്റെ റിസാലത്താണ് മലായികത്തിലേക്ക്. അല്ലാതെ ഇന്നതൊക്കെ ചെയ്യണം ഇന്നതൊക്കെ ചെയ്യരുത് എന്ന് പറയാനുള്ള തക്ലീഫിന്റെ റിസാലത്ത് അല്ല, തശ്രീഫിന്റെ റിസാലത്ത് ആണ്. ഏതായാലും റിസാലത്ത് മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും ഉള്ളതിന്റെ പുറമെ മലായികത്തിലേക്കും റിസാലത്തുണ്ട് എന്ന് പറഞ്ഞാൽ മലക്കുകളിലേക്കും അയക്കപ്പെട്ട റസൂലാണ്. അത് പക്ഷേ തശ്രീഫിന്റെ റിസാലത്താണ്, എന്തല്ല തക്ലീഫിന്റെ അല്ലെങ്കിൽ തശ്രീഇന്റെ റിസാലത്തല്ല. എന്നാലും അമ്പിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വ മനുഷ്യരിലേക്കും സർവ്വ ജിന്നുകളിലേക്കും സർവ്വ മലായികത്തിലേക്കും അയക്കപ്പെട്ട റസൂലാണ്. ഇനി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്നാണല്ലോ പറഞ്ഞത്. മുഹമ്മദുൻ മുഹമ്മദ് എന്ന് പറയുന്ന ഈ കലിമത്ത്, ആ വാചകം അലമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിനാമമാണ്. മൻഖൂലുൻ മിൻ ഇസ്മിൽ മഫ്ഊലിൽ മുദഅഫി ഹമ്മദ യുഹമ്മിദു തഹ്മീദൻ എന്ന് പറഞ്ഞ ഐൻ ഫീൽ ഇരട്ടിയാക്കപ്പെട്ട ഹമദ എന്ന ഫീലിനെ ഐൻ ഫീൽ ഇരട്ടിയാക്കിക്കൊണ്ട് ഹമ്മദ എന്നാക്കി. അങ്ങനെ ഹമ്മദ യുഹമ്മിദു തഹ്മീദൻ ഹുവ മുഹമ്മിദുൻ വഹുമ്മിദ യുഹമ്മദു തഹ്മീദൻ ഹുവ മുഹമ്മദുൻ. അങ്ങനെ മുദഅഫായ ഐന് ഫീലി ഇരട്ടിയാക്കപ്പെട്ട ഹമ്മദ എന്ന ഫീലിന്റെ ഇസ്മു മഫ്ഊലാണ് അസ്ലി മുഹമ്മദ് എന്നത്. അങ്ങനെ ഇസ്മു മഫ്ഊലിൽ നിന്നും നഖൽ ചെയ്യപ്പെട്ട് വന്ന അലമു അഥവാ മുർത്തജിലിയായ അലമല്ല,
മങ്കൂലിയായ അലമാണ്, ഇസ്മു മഫ്ഊലാണ് അസ്ലിൽ എന്ന് ചുരുക്കം. മുഹമ്മദ് എന്ന് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യനാമമാണ്. മുഹമ്മദ്, അഹ്മദ് എന്നിങ്ങനെ രണ്ട് നാമങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാക്ഷാൽ നാമങ്ങൾ. എന്നാൽ 200-ലധികം അല്ലെങ്കിൽ 500-ൽ പരം, മറ്റൊരു ചില പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ 1000-ൽ പരം വിശേഷനാമങ്ങൾ, സിഫത്തുകൾ ഉൾക്കൊള്ളുന്ന വിശേഷനാമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അതിൽ യഥാർത്ഥ നാമം മുഹമ്മദ് എന്നതും അഹ്മദ് എന്നതുമാണ്. അത് മുഹമ്മദ് എന്നത് ഇസ്മു മഫ്ഊലിൽ നിന്നും നഖൽ ചെയ്യപ്പെട്ട മങ്കൂലിയാരമാണ് എന്നും പറഞ്ഞു. അസ്ലിൽ അത് മൗദൂഇൻ വെക്കപ്പെട്ടതാണ്. ലിമൻ കസുറത്ത് ഖിസാലുൽ ഹമീദത്തു, സ്തുത്യർഹമായ ഗുണവിശേഷങ്ങൾ ധാരാളമുള്ള ആളുകൾക്കൊക്കെ പറയപ്പെടാൻ പറ്റുന്നതാണ് മുഹമ്മദ് എന്ന നാമം അസ്ലിൽ. അതായത് ഹമ്മദ എന്ന ഫേലിന്റെ ഇസ്മു മഫ്ഊല് എന്ന നിലക്ക് ചിന്തിക്കുമ്പോൾ ധാരാളമായി സൽഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഗുണവിശേഷങ്ങളുള്ള ആളുകൾക്ക് പറയുന്നതാണ് മുഹമ്മദ് എന്നത്. ഇപ്പൊ അങ്ങനെയല്ല. അതിൽ നിന്ന് നഖൽ ചെയ്തു ഒരാളുടെ പേര് എന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ആണത്. സുമ്മിയ ബിഹി നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഹമ്മദ് എന്ന നാമം കൊണ്ട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാമകരണം ചെയ്യപ്പെട്ടത് ബി ഇൽഹാമിൻ മിനല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തിൽ നിന്നുള്ള ഇൽഹാമ മുഖേനയാണ്. ആർക്കായിരുന്നു ഇൽഹാമിൽ? ജദ്ദിഹി, തന്റെ പിതാമഹനാവുന്ന അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽഹാമ മുഖേന അറിയിച്ചതാണ്. അതിന് പുറമെ ആമിന ബീവിക്ക് സ്വപ്നം മുഖേന അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് വേറെ വിഷയമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഉപ്പാപ്പയാവുന്ന അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് അല്ലാഹു തആല ഇൽഹാമ മുഖേന. അതുകൊണ്ടാണല്ലോ 7-ന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കളയുകയും അഖീഖ അറുത്ത് സദ്യ ഒരുക്കുകയും ചെയ്ത് ഖുറൈശികളെയൊക്കെ ക്ഷണിച്ച് അവർ ഭക്ഷണം കഴിച്ച് പിരിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് മോന് പേരിട്ടത് എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് എന്നാണ് പേരിട്ടത് എന്ന് പറയുമ്പോൾ, ഇനി റസൂല് എന്നാൽ ആരാണ്? അവിടെ പറയാം. റസൂലു, റസൂൽ എന്നത് മിനൽ ബശരി, മനുഷ്യരിൽ നിന്നായ റസൂൽ ആരാവുന്നു എന്ന് പറഞ്ഞാൽ റസൂൽ രണ്ടേ അതില്ല. അല്ലാഹു യസ്തഫീ മിനൽ മലായികത്തി റസൂലൻ വ മിനൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും മുർസലീങ്ങളെ തിരഞ്ഞെടുക്കുന്നു എന്ന് ഖുർആൻ തന്നെ നമ്മളോട് വിവരിച്ചിട്ടുണ്ട്. അപ്പം മുർസലീങ്ങൾ എന്നത് മനുഷ്യരിലുമുണ്ട് മലായികത്തിലുമുണ്ട്. അപ്പം മനുഷ്യരിൽ നിന്നുള്ള റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ദക്കറുൻ, പുരുഷന്മാരായിരിക്കും. മുർസലീങ്ങളൊക്കെ പുരുഷന്മാരാണ്. സ്ത്രീകളായി മുർസലീങ്ങൾ ആരും ഇല്ല. ഹുർ, സ്വതന്ത്രനുമായിരിക്കും. അടിമകളായിക്കൊണ്ട് അംബിയ മുർസലീങ്ങളെ അല്ലാഹു തആല അയച്ചിട്ടില്ല. സ്വതന്ത്രനായ പുരുഷനായിരിക്കും. ഓഹിയ ഇലൈഹി, ആ മനുഷ്യരിലേക്ക് വഹി അറിയിക്കപ്പെട്ടിരിക്കും. ബിശറഇൻ, ഒരു ശറഅ് കൊണ്ട്, ഒരു മതനിയമം കൊണ്ട് വഹി അറിയിക്കപ്പെടുകയും വഉമിറ ബിതബ്ലീഗിഹി, ആ ശറഅ് തന്റെ ഉമ്മത്തുകൾക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയും ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനത്തെവർക്കാണ് റസൂല് എന്ന് പറയും. അഥവാ റസൂല്, നബി എന്നിവ തമ്മിലുള്ള വ്യത്യാസം പല പണ്ഡിതന്മാരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട മഹ്ദൂബ് കൊണ്ട് കിതാബ് ഇല്ലെങ്കിലും റസൂൽ മുമ്പ് കഴിഞ്ഞു പോയ മുർസലീങ്ങളുടെ ദീനിലുള്ള നിയമങ്ങൾ ദുർബലപ്പെടുത്തലും ഇല്ലെങ്കിലും ശറഅ് കൊണ്ട് വഹി അറിയിക്കപ്പെടുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്താൽ റസൂലായി. മറ്റേ രണ്ടും രണ്ടഭിപ്രായ. വേറെ ചില ഉലമാക്കന്മാർ പറഞ്ഞു അതിന്റെ പുറമെ റസൂല് ആവുമ്പോൾ കിതാബ് ഉണ്ടാവും, നബിമാർക്ക് കിതാബ് ഉണ്ടാവില്ല. പക്ഷെ അത് പ്രബലമായ അഭിപ്രായമല്ല. അത് വരുത്താൻ വേണ്ടിയിട്ടാണ് വൈലം വെക്കുല്ലഹു കിതാബുള്ളത്. വേറെ ചില ആളുകൾ പറഞ്ഞ് കിതാബില്ലെങ്കിൽ മുമ്പ് വന്ന റസൂലിന്റെ ശരീഅത്തിൽ ചില നിയമങ്ങൾ മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ടാവും, അതും നിബന്ധനയല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് വരാൻ സുന്നത്. യൂശ അലൈഹിസ്സലാം,
ബഹുമാനപ്പെട്ട യൂശ അലൈഹിസ്സലാം റസൂലാണ്. മഹാനവറുകൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്ത് കൊണ്ട് വഹി അറിയിക്കപ്പെട്ടവരും അത് ജനങ്ങളിലേക്ക് തബ്ലീഗ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരുമാണ്. മഹാനവറുകൾ സ്വന്തമായി കിതാബില്ല. മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തിൽ മാറ്റത്തിരുത്തലുകളൊന്നും നസ്ഖുകളൊന്നും വന്നിട്ടുമില്ല. ഇനി ഫൈലം യുമർ ബിത്തബ്ലീഗ്, ജനങ്ങളിലേക്ക് തന്റെ ഉമ്മത്തുകളിലേക്ക് പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ശറഅ് കൊണ്ട് വഹി മാത്രമേ ഉള്ളൂ എങ്കിൽ ഫനബിയുൻ, അവര് നബി. ഇതാണ് ഇതിൽ പ്രബലമായ അഭിപ്രായം. വറസൂലു അഫ്ദലു മിനൻ നബിയ്യി ഇജ്മാൻ, മഹാന്മാരായ അമ്പിയാക്കളും മുർസലീങ്ങളും വളരെ മഹത്വമുള്ളവരാണ്, അല്ലാഹുവിന്റെ അടിയാറുകളിൽ ഏറ്റവും മഹത്വമുള്ളവരാണ്. എന്നാൽ കൂട്ടത്തിൽ നബിമാരാണോ അതല്ല മുർസലീങ്ങളാണോ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്? എന്നാൽ നബിമാരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ് മുർസലീങ്ങൾ എന്നതിൽ ഇജ്മാൻ. എന്നാൽ എല്ലാ ബലഭിപ്രായമുണ്ട്, നബിയും റസൂലും ഒക്കെ ഒന്ന് തന്നെയാണ്. അതെന്തായാലും ബലപ്പെട്ട അഭിപ്രായമല്ല. ഖബറു അന്ന അദദൽ അംബിയാ അലൈഹിമുസ്സലാത്തു വസ്സലാം 124,000 നബിമാരുടെ എണ്ണം 1,24,000 എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. വഅന്ന അദദ റുസുലി, മുർസലീങ്ങളുടെ എണ്ണം 315 എന്നും സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ ഈ 1,24,000 മുർസലീങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 315 പേരാണ് മുർസലീങ്ങൾ. അപ്പോൾ മുർസലീങ്ങളൊക്കെ നബിമാരാണ്, പക്ഷേ നബിമാർ എല്ലാവരും മുർസലീങ്ങളല്ല. ഇനി ആര് അസ്ഹാബൊക്കെ ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ പിന്നീട് പറയാം. ഇന്നത് തീർക്കണം എന്ന് കരുതിയതായിരുന്നു, അതിന്റെ ഇടക്കാണ് ഒരു ഗസ്റ്റ് വന്നു, കുറച്ച് സമയം നമുക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നു. അതൊരു ഹൈറായ കാര്യം തന്നെയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഹൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ, നാഫിയ ഇൽമു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇനി കുറച്ച് സമയം നമുക്ക് സംശയ നിവാരണവും ചോദ്യോത്തരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാം. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ.